രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. സൗദാമിനി സുദീപിന്റെ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്നതിൽ അവരെ പരിഹസിക്കുന്ന ജയസുധ. വിഷമവൃത്തത്തിലാവുന്ന സൗദാമിനി. സുദീപ് ശ്രുതിയെ ഫോൺ ചെയ്തതിൽ അയാളോട് പരിഭവിക്കുന്ന ജയസുധ. ജയസുധയുടെ ഈ മാറ്റത്തിൽ വിഷമിക്കുന്ന സുദീപ്. ശ്രുതിക്ക് താമസിക്കാൻ വീട്ടിൽ വേലക്കാർ താമസിച്ചിരുന്ന ഒരു ചെറിയ മുറി കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും അങ്കലാപ്പിലാവുന്നു. ഇനി തുടർന്ന് കാണുക. ഇവളുടെ എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? സബിയേച്ചിയുടെ ഈ കള്ളസ്നേഹമൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവളുടെ കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടുന്നവരെയല്ലേ ഉള്ളൂ നിങ്ങളുടെ ഈ സ്നേഹവും സ്നേഹപ്രകടനവും ഒക്കെ. ആ കൊച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവളെ ഇങ്ങനെ തലയെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. എന്റെ സബിയേച്ചി എന്തിനെങ്ങനെ അഭിനയിക്കുന്നത്? വഴി പഴച്ചവള് തന്നെയാ. ആ കൊച്ചിനെ ഇവിടെ വളർത്താൻ വേണ്ടിട്ടല്ലേ. നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേ. എന്തെങ്കിലുമൊക്കെ അങ്ങ് കയറി വിളിച്ചു പറയരുത്. സുദീപേട്ട മിണ്ടരുത്. എന്നെ ഇവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നത് കണ്ടല്ലോ നിങ്ങളുടെ ഏട്ടത്തിയമ്മ. അപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. നന്നായി പൊടിമോനെ, നന്നായി. നിന്റെ ഭാര്യയുടെ വാക്കുകൾ അസലായിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ. എനിക്ക് അതിനുള്ളത് കിട്ടി. ഒന്നും നീ ഇവളോട് പറഞ്ഞു കൊടുത്തോ. ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുത്താലേ പിന്നെ ഇവളെ വീട്ടിൽ കാണത്തില്ല. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? എനിക്കിത് മതി സബ്ദേച്ചി. ജയസുധ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് ഇതിനെ യോഗ്യതയുള്ളൂ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. വേണ്ട, ഞാനാ തീരുമാനിക്കുന്നത് നീ എവിടെയാ കഴിയേണ്ടതെന്ന്. ഇങ്ങനൊരു മുറിയിലാണോ നിന്നെ കടത്തേണ്ടത്? പിന്നെ എനിക്ക് ഉറക്കം വരുവോ? പറ. എവിടുന്നോ വന്നു കയറിയ പിഴച്ചവൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സൗകര്യങ്ങളാ വേണ്ടത്? ഇന്നലെ വരെ നീ ഈ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞോ അതുപോലെ കഴിഞ്ഞാൽ മതി. ഇനിയും ആരെന്ത് പറഞ്ഞാലും ചെയ്താലും. രവേട്ട, നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടിടും, അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ടാക്ക്, ഇല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരിടത്താക്ക്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, പ്ലീസ്. എന്നിങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യരുത്. ഞാൻ പോയിക്കോളാം. സുദീപ്, എന്നെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടാക്കൂ. അല്പമെങ്കിലും ദയ ഉണ്ടെങ്കിൽ പ്ലീസ്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇവക്ക് സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും കൊണ്ടാക്ക്. ഇവക്ക് അതിന് സമ്മതമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇറക്കി വിട അവളെ അങ്ങോട്ട്. ആർക്കാടാ ഇവളെ ഇറക്കി വിടേണ്ടത്? ആർക്കാന്ന്? മിണ്ടരുത്, നീ മിണ്ടരുത്. എവിടാ നിനക്ക് പോകേണ്ടത്? എവിടെയാ പോകേണ്ടതെന്ന്? എന്നാൽ ഇറങ്ങാം, ഞാനും വരാം. ഇറങ്ങടി. നിന്റെ പെട്ടിയും സഞ്ചിയും ഒക്കെ എടുത്തു. നിന്നെ വേണ്ടാത്തവർക്ക് എന്നെയും വേണ്ടല്ലോ. ഇടാ, നിന്റെ കെട്ടിയവക്കാണോടാ ഇവളെ ഇറക്കി വിടേണ്ടത്? ആണോടാ? എടാ, ചോദിച്ചത് കേട്ടില്ലേ? പെങ്കോന്തൻ. എല്ലാവരോടും കൂടി ഞാൻ പറയുക, ഇറങ്ങേണ്ടവരെ നിങ്ങളാ, നീയല്ല. മനസ്സിലായോ? സുധിമോളെ, ഇന്നു മുതൽ നീ എന്റെ മുറി കിടക്കും. എന്റെ മുറിയിൽ, എന്റെ കട്ടിലിൽ. വേണ്ട, നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കും. നീ എന്റെ മുറി തന്നെ കിടക്കും. നിനക്ക് കാവലായി ഞാൻ പുറത്ത് കിടക്കും. മിണ്ടരുത്. വാടി ഇവിടെ, വാടി ഇങ്ങോട്ട്. നീ വലിയ മിടുക്കിയല്ലയോ? എന്താ പിള്ളി ചേച്ചാ? ഇങ്ങോട്ട് വാടി. എടുക്കടി ഇത്. മര്യാദക്ക് എന്റെ മുറി കൊണ്ടുവച്ചോണം.
എടുക്കടി ഇങ്ങോട്ട്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആവശ്യമുള്ളവർ എടുത്തോണ്ട് പോയിക്കോളൂ. എടുക്കടി ഇത്. എടുക്ക്. എടുത്തെന്റെ മുറി കൊണ്ടുവച്ചോണം. ഒരു മിടുക്കി നടക്കുന്നു. കൊണ്ടുപോടി, കൊണ്ടുപോടി, കൊണ്ടുപോടി. കുന്തം എടുത്തോണ്ട് പോടാ. വെങ്കോന്തൻ നടക്കുക അവന്. വാടി മോളെ. അച്ഛാ, നിന്നെ ആരും ഇറക്കി വിടത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല അതിന്. വാ. എവിടുന്നോ ഗർഭം കൊണ്ട് വലിഞ്ഞു കയറിയെന്നവളെ എന്തിനാ എല്ലാരും കൂടെ സംരക്ഷിക്കുന്നൊക്കെ എനിക്കറിയാം. എനിക്കറിയാമല്ല. നിനക്ക് എന്തോന്നറിയാവുന്ന? നിനക്ക് എന്തറിയാവുന്ന? അതെ, എന്നെ എല്ലാരും കേട്ടോ. ഇവിടെ പലർക്കും അറിയാം. അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയാത്തുള്ളൂ. ഇവളുടെ തനിനിറം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയോ നിങ്ങൾക്ക്? ഒളിച്ചു വച്ചിരിക്കുക എല്ലാരും കൂടെ ചേർന്നങ്ങ്. കള്ളിയാ ഇവള്, പേരും കള്ളിയാ ഇവള്. ഇവൾ ആരാണെന്നാ പറഞ്ഞേ? സുഹൃബിയുടെ അനിയത്തി. ഇവളുടെ ഭർത്താവ് ജയകൃഷ്ണൻ അങ്ങ് കപ്പലിലും. ഇതൊക്കെയല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും അല്ല ഇവള്. ഞാൻ പറഞ്ഞു തരാം ഇവൾ ആരാണെന്ന്. മോളെ മോളെ നീ എന്താ ഈ പറയാ മോളെ? നിനക്ക് എന്താ പറ്റിയേ? പറയട്ടടാ. അവക്ക് എന്താ അറിയാവുന്ന വെച്ചാ പറയട്ടടാ. എല്ലാരും കേക്കട്ടെ. എന്നാ കേട്ടോ. ഇവളെ ആരുടെയും അനിയത്തിയോ അല്ല, ആരുടെയും ഭാര്യയോ അല്ല. ഇവള് പിഴച്ചവളാ, വഴി പിഴച്ചവളാ അമ്മ. ഇവള് ആരുടെയോ കൊച്ചിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കുക പ്രസവിച്ചു കൊടുക്കാൻ. കച്ചവടക്കാരി അമ്മേ, വെറും കച്ചവടക്കാരി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ദൈവത്തിന് നിരക്കാത്ത ഒന്നും പറയല്ലേ. ദൈവത്തിന് നിരക്കാത്തത് ചെയ്തതേ അമ്മയുടെ മോളും മരുമോനും കൂടാ. അവരോട് ചോദിക്കാമേ ഇവൾ ആരാണെന്ന്. എന്തിനാ ഇത്രയും കാലം നിങ്ങളോടൊക്കെ കള്ളം പറഞ്ഞെന്നങ്ങ് ചോദിക്ക്. അതെ, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടേ പ്രസവിച്ചു കൊടുക്കാനാ ഏതോ തെരുവി കിടന്ന ഇവളെ രാജകുമാരിയെ പോലെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാമോ ഇത് വല്ലതും? അറിയാമോ? ജയസുദേ. അതെ, ജയസുധ തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു. അന്തസ്സുള്ള എന്തോരം പിള്ളേരെ കിട്ടും. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചെ ഏത് തരത്തിലുള്ളതാണെന്ന് ആർക്കറിയാം? ഏത് തെരുവ് തെണ്ടിയുടെ സന്തതിയാണെന്നേ ദേ അവക്ക് പോലും അറിയത്തില്ല. അതിനെയാ സ്വന്തം കൊച്ചായിട്ട് നിങ്ങൾ ഈ വീട്ടിലങ്ങ് വളർത്താൻ പോകുന്നത് ആണോ? എന്താ ഇപ്പൊ ആർക്കും ഒന്നും പറയാനില്ലേ? പറയാനില്ലേന്ന്? ജയസുധ നിർത്ത്. സുദീപേട്ട, എന്തുവാ സുദീപേട്ട ഇത്? കേട്ടില്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും അന്തസ്സോട് വന്ന എന്നെ വേണ്ട. സങ്കടമുണ്ട്. ഞാനിപ്പോ ആരാ ഇവളുടെ മുമ്പില്? വിലയില്ലാത്തവളായി പോയില്ലേ? എനിക്ക് ഒരു വിലയില്ലാണ്ടായി. ചൂലോണ്ട് അടിച്ചിറക്കി വിടേണ്ടവളായിരുന്നു. ഞാനങ്ങനെ ചെയ്യാത്തത് മനസാക്ഷി ഉള്ളോണ്ടല്ലോ സുദീപേട്ട. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെയാ അമ്മയെ സമാധാനപ്പെടണ്ടേ? ഇപ്പൊ ഞാൻ ആരായി? നിങ്ങളെല്ലാരും കൂടെ ഇവളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ ഇപ്പൊ ഇവളല്ലേ മിടിക്കായിട്ട് അങ്ങനെ നിൽക്കുന്നത്. മരുമോളാ പോലും ഞാൻ, മരുമോള്. ഇപ്പൊ ആർക്കുമില്ല ഒരു ഉത്തരം പറയാൻ. എനിക്കറിഞ്ഞേ പറ്റൂ, ഇവിടെ എനിക്കാണോ അധികാരം അതോ ഈ പിഴച്ചവൾക്കാണോന്ന്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ആ മറുപടി പറ. അമ്മയും കൂടെ സമ്മതിച്ചിട്ടില്ല അവളിവിടെ നിൽക്കുന്നേ. സുരഭിയുടെ അനിയത്തിയ, ജയകൃഷ്ണന്റെ ഭാര്യ, എന്തൊക്കെ കെട്ടുകഥകളായിരുന്നു. അമ്മ പറ. ഇതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എടാ പൊടിമോനെ, പൊന്നുമോനെ, നീ എന്താടാ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലയോ? കേട്ട് ആസ്വദിച്ചങ്ങ് നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ വിളംബരങ്ങൾ നീ കേട്ടോ? അച്ഛാ, ഇനി അതിന്റെ പുറത്തൊരു വർത്തമാനം വേണ്ട. ഇവിടെ അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ ആരും അങ്ങനൊന്നും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല.
നിന്റെ ഭാര്യ ഇതും പറയും ഇതിനപ്പുറവും പറയും. ആര് പറഞ്ഞു ഇവൾ ഏതെങ്കിലും ഒരുത്തന്റെ കുഞ്ഞിനെയും ചുമന്നോണ്ടാ വന്നതെന്ന്? ആരാ പറഞ്ഞത്? ഇവക്കാരുമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇവക്കെല്ലാവരും ഉണ്ട്, തന്തയും തള്ളയും ബന്ധുക്കളും എല്ലാവരും. അനാഥ അല്ലിവള്. ഇപ്പൊ അവക്ക് ഞാനുണ്ട്, എല്ലാവർക്കും പകരമായി. ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇവളുടെ ആരാണ്, ഇവൾ എന്റെ ആരാണ്, ഈ കുഞ്ഞെന്റെ ആരാണ്. അറിയണോ ആർക്കെങ്കിലും? അറിയണോ ആർക്കെങ്കിലും? അറിയണോന്ന്? ഇല്ല മോളെ, ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. അച്ഛനിങ്ങ വന്നേ. ഓ, ഇനി എന്ത് പറയാനാ? ഉഴപ്പാതെ. അച്ഛൻ വാ, എനിക്ക് പറയണം. ഞാൻ പറയുന്ന കേക്ക്. എനിക്കിത് പറയണം. അച്ഛൻ ഞാനൊന്ന് പറയുന്ന കേക്ക്. എനിക്കിത് പറയണം മോളെ. ഇനി എന്തോന്ന് കാഴ്ച കാണാൻ നിൽക്കും അവിടെ? മുറിയടച്ചേ അവൾ ഇനിയും ചെവിയിൽ ഓതി കൊടുക്കും. അത് കേട്ട് വട്ടളകുകയും ചെയ്യും. വല്ല ആശുപത്രിയിലും കൊണ്ട് കാണിക്കണം. വരുന്നുണ്ടോ സുധീപേട്ടൻ? കിട്ടിയല്ലേ ആവശ്യത്തിന്? തൃപ്തിയായില്ലേ? വന്നേ ഇങ്ങോട്ട്. എന്റെ മോളെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷേ എന്റെ മോനെങ്കിലും അമ്മയോട് ഇത് പറയാമായിരുന്നു. അച്ഛൻ എന്ത് പറയാൻ പോവാ? ജയസുധി ഇറക്കി വിട്ടിട്ട് എന്നെ കല്യാണം കഴിക്കണമെന്നോ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ സുധീപാണെന്ന് വിളിച്ചു പറയണോ? ആണോ? അതെ, അങ്ങനെ തന്നെ പറയണം. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ സുധീപാണെന്ന് അച്ഛനടുത്ത് ആരാ പറഞ്ഞേ? ഞാൻ കള്ളിയാ? ഞാൻ പറഞ്ഞതും കള്ളവാ. ഞാൻ പറഞ്ഞൊരു അറിവല്ലേ അച്ഛനുള്ളൂ. ഒത്തിരി കള്ളങ്ങളുടെ കൂടെ ഈ ഒരു കള്ളം. അച്ഛൻ ഇതങ്ങനെ അങ്ങ് കണ്ടാ മതി. അവള് പറഞ്ഞതാ ശരി. ആരുടെയോ ഗർഭം ചുമന്നുകൊണ്ട് വന്നവള്. പ്രസവിച്ചു കൊടുത്തിട്ട് പോയാ എന്റെ ജോലി അങ്ങ് തീരുമല്ലോ. ഇനി അച്ഛൻ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാലേ മുഴുവൻ ഭ്രാന്താണെന്ന് പറഞ്ഞ് അവൾ അച്ഛനെ ചങ്ങലക്കിടും. അതിന് മടിക്കില്ല അച്ഛ. അച്ഛൻ പറയുന്നൊക്കെ പിച്ചും പെയ്യുമായിട്ട് എല്ലാവരും കാണും. ഇല്ലാത്തൊരു തന്തയെ എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഇല്ലാത്തൊരു ഗർഭം സുദീപിന്റെ തലയിൽ ആരോപിച്ച പിന്നെ ഈ തറവാടിന്റെ അടിത്തറ എന്താവെന്ന് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ നാളെ ഇറങ്ങും ഇവിടുന്ന്, പുതിയൊരാളെയും തേടി. ജയസുധ പറഞ്ഞ പോലെ. അതുകൊണ്ട് അച്ഛനൊന്ന് സമാധാനിക്ക്. അവരാഗ്രഹിച്ച പോലെ ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. അതുവരെ അച്ഛൻ എല്ലാവർക്കും സമാധാനം താ, എനിക്കും. ജയസുധ കാണിച്ചു തന്ന കുടിച്ച ചായപ്പില്ലേ, അവിടെ ഞാൻ താമസിച്ചോളാം. മോളെ, നീ എന്തിനാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കപ്പെടുന്നത്? തെറ്റ് ചെയ്തവർ എന്നാലും ശിക്ഷിക്കപ്പെടണ്ടേ അച്ഛ?
ശ്രുതി മോളെ, ശ്രുതി വാതിൽ കൊടുക്കും മോളെ. നീ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മയുടെ കൂടെ ആ മുറി പോയി കിടന്നോ. വേണ്ട രവേട്ട, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജയ്സത് കാണിച്ചെന്ന ആ മുറിയിൽ എങ്ങനെ ഞാൻ കിടന്നോളാം. അതിനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ. ശ്രുതി, പറയുന്ന അനുസരിക്ക്. സാരമില്ലമ്മേ, ഞാൻ ആ മുറിയിൽ കിടന്നോളാം. നിന്നെ അവിടെ കിടത്താൻ എന്റെ മനസ്സനുവദിക്കൂ. നീ അവിടെ കിടന്നാ എനിക്കോ ഇവർക്കോ ഉറക്കം വരുവോ? അതൊന്നും വേണ്ട. നീ എന്റെ കൂടെ എന്റെ മുറിയിൽ കിടന്നാ മതി. അത് തന്നെ ശ്രുതി ഞങ്ങളുടെയും തീരുമാനം. നീ ഇനി അമ്മയുടെ കൂടെ കിടന്നാ മതി. വാ മോളെ, വാ, പറയുന്ന കേൾക്ക്. വാ മോളെ. അമ്മേ, അമ്മ ക്ഷമിക്കണം. രവീട്ടിനോട് സബദിച്ചോടും ക്ഷമിക്കണം. അവര് പാവങ്ങളാ. മനസ്സറിഞ്ഞ് ശപിക്കരുത്. ഇതിനൊക്കെ കാരണം ഞാനാ. അതിനെനിക്ക് കഴിയില്ലല്ലോ മോളെ. അവരെന്റെ കുട്ടികളല്ലേ. അവരെന്ത് ചെയ്താലും അത് പൊറുക്കേണ്ടത് ഞാനല്ലേ. ഇതിനു മുമ്പ് പലതവണ ഇതെനിക്ക് പറയായിരുന്നു. ഞാൻ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞു. ഇതും പറയണമായിരുന്നു. ഞാനതിന് തടസ്സമായിട്ട് നിന്നത്. ഞാൻ അവിടെ കിടന്നോളാം. ഇനിയിപ്പോ എത്ര നാളത്തേക്കാ? അതൊന്നും വേണ്ട. പറയുന്നത് കേക്ക്. മോള് വന്നേ. ഇതെല്ലാം കേട്ടിട്ടും അറിഞ്ഞിട്ടും നിന്നെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സൗദയ്ക്ക് മനസ്സ് വന്നല്ലോ. അതൊരു പുണ്യമാവും മോളെ. മോള് ചെല്ല്. മോടെ അമ്മയാണെന്ന് കരുതിയാ മതി. ചെല്ലു മോളെ, ചെല്ല്. വാ മോളെ. ഇതിനി എങ്ങനെ അവസാനിക്കുമെന്നും എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്നും ഒരു ഊഹവുമില്ല. എന്നാലും ഈ ജയസുതി ഇങ്ങനെ ശരിയാ സബി. ആകെ കൈവിട്ടു പോകുന്ന പോലെ വല്ലാത്തൊരു പേടി തോന്നുക. ഇതിനിപ്പോ ആരെയാ കുറ്റം പറയുന്നേ? അച്ഛൻ ചെയ്തതും ശരിയല്ലല്ലോ. അവള് പൊടിമോന്റെ കൈപിടിച്ച് കയറി വന്നവളല്ലേ ഈ വീട്ടിലെ മരുമോളായിട്ട്. അവളെ കൊണ്ട് ശ്രുതിയുടെ പെട്ടിയൊക്കെ ചുമപ്പിച്ചത് കഷ്ടമായി പോയി. അവക്ക് വിഷമായി കാണൂലേ? അവക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അവക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. അപ്പൊ പിന്നെ അവളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ രവി? അതും ശരിയാ. അവളുടെ കയ്യിലും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവക്കല്ലേ ഈ വീട്ടിലെ സ്ഥാനവും അധികാരവും ഒക്കെ. അവള് ചോദിച്ചതിന് ഉത്തരവുണ്ടോ? ശ്രുതിയാണോ വലുത് അതോ അവളാണോ വലുതെന്ന്? ഒന്നും വേണ്ടായിരുന്നു. ഇതിനിയും വഷളാവും. അതിലേറെ വഷളാവുന്നത് നമ്മളായിരിക്കും. ഇന്നിവിടെ നടന്നതൊക്കെ ഇപ്പൊ തന്നെ ജലജേച്ചി അറിയും. പിന്നെ യതീന്ദ്രൻ. ഭാനിച്ചിട്ടും പോട്ടെ. എന്നാലും മോളുടെ കണ്ണീര് കാണുമ്പോൾ ഒരച്ഛന്റെ മനസ്സ് മാറൂല്ലേ? ഇതൊക്കെ ബാധിക്കുന്നത് പൊടിമോന്റെ ജീവിതത്തെയും കൂടിയാണ്. നമ്മളായിട്ട് രവി, 2 മാസമായി ഒരു ജീവനെ അബോർട്ട് ചെയ്യാനാ അവൾ ഈ നാട്ടിൽ വന്നത്. അങ്ങനെയാ നമ്മൾ അവളെ കണ്ടുമുട്ടിയത്. ശ്രുതിയെ നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ
അവൾ എന്ത് ചെയ്തേനെ? അതുപോലെ കണ്ടില്ലെന്ന് നടിച്ച പോരെ രവി? എന്നുവെച്ചാ നമുക്കിത് വേണ്ടായിരുന്നു രവി. പിന്നെ നമ്മൾ ഇത്രയും കാലമൊക്കെ അനുഭവിച്ച എന്തിനാ സബി? ഇല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബം തകർന്നു പോകും രവി. അവളിനി ഇവിടെ തുടർന്ന അരുതാത്തത് പലതും നടക്കും. ഇതിലും വലുതിനി എന്ത് നടക്കാനാ സബി? നടക്കും ജയസുധ. അത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന ലാഘവത്തോടെ നമ്മുടെ ആഗ്രഹം നടക്കില്ല രവി. നമുക്കവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം രവി. പറഞ്ഞു വിടാനോ? അതിന് വേണ്ടുന്നത് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കണം. കാശോ അവള് പറയുന്നിടത്ത് കൊണ്ടാക്കൂ, എന്താന്ന് വെച്ചാ. സബി, പിന്നെ നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? ഈ അവസാന നിമിഷത്തിൽ എല്ലാം കൈവിടാനോ? സകലതും കൈവിടാതിരിക്കാനാ ഞാനീ പറയുന്നത്. നമ്മുടെ സ്വപ്നത്തെക്കാളും ആഗ്രഹങ്ങളെക്കാളും ഒരുപാട് വലുതല്ലേ നമുക്ക് ഈ കുടുംബം. നമുക്ക് ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള യോഗമില്ലായിരിക്കും. അല്ലെങ്കിൽ അതിന് നേരായ എത്ര മാർഗങ്ങളുണ്ടായിരുന്നു. ജയസുധയുടെ ചോദ്യങ്ങൾക്ക് മുന്നില് ഇനിയും ഉത്തരം മുട്ടി നിൽക്കണോ? ഒരു പോരുകാരിയെ പോലെ എനിക്ക് കഴിയാൻ അറിയില്ല രവി. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. രവി, നമുക്കവളെ ഉപേക്ഷിക്കാം. അവള് പൊയ്ക്കോട്ടെ. അവള് പോട്ടെ രവി, അവള് പൊയ്ക്കോട്ടെ.